എന്തിനാ മോളെ ഡോക്ടർ വിളിച്ചത്? ഡിസ്ചാർജിന്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു. രാവിലെയും വൈകിട്ടും ഞാൻ വീട്ടിലേക്ക് വരണമെന്ന അഭിപ്രായം. ചേച്ചിയുടെ അടുത്തല്ലേ, വരാന്ന് ഞാൻ സമ്മതിച്ചു. അല്ല, അവിടെ അവളുണ്ടാവില്ലേ, ആ രാക്ഷസി ചന്ദ്ര? അത് എത്ര കാലം ഉണ്ടാവും ചേച്ചി? ആദ്യം അവളെ അവിടുന്ന് മാറ്റണം മോളെ. പക്ഷേ മാറ്റുന്നതിന് മുമ്പ് എനിക്ക് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. സ്വർണത്തിന്റെ കാര്യമായിരിക്കും അല്ലേ ചേച്ചി? അതെ, അത് അവളെ എടുത്തെന്നുള്ളത് ഉറപ്പല്ലേ? അത് മുഴുവനായിട്ട് തിരിച്ചു പിടിക്കണ്ടേ, അല്ലെങ്കിൽ നമ്മൾ മണ്ടന്മാരായി പോവില്ലേ? എല്ലാം വിറ്റ് കാണും, എന്നിട്ട് കാശാക്കിയിട്ടുണ്ടാവും. എന്ന് വെച്ച് വിട്ടുകളയാൻ പറ്റുമോ മോളെ? എത്ര ലക്ഷം രൂപയുടെ മുതലാ? അവൾക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പെരുമാറാൻ പറ്റി? എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല അവൾ ഇങ്ങനെയുള്ള ഒരാളായിരുന്നു എന്ന്. എന്തോ ഭാഗ്യത്തിനാ എനിക്ക് ജീവനോടെ തിരിച്ചു വരാൻ പറ്റിയത്. കൊന്നു കളഞ്ഞിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ദൈവാനുഗ്രഹം കൊണ്ടൊന്നും സംഭവിച്ചില്ലല്ലോ ചേച്ചി. ആ മോളെ പാർവതി, അവര് തിരിച്ചു വന്നില്ലല്ലോ? ഇല്ല. അവരും ഇവരുടെയൊക്കെ തന്നെ കസ്റ്റഡിയിലായിരിക്കും മോളെ. വളരെ ശ്രദ്ധിച്ചു വേണം ഓരോ ചുവടും വെക്കാൻ, ഇല്ലെങ്കിൽ തീയിൽ ചവിട്ടിയ അനുഭവമായിരിക്കും. കൊള്ളാതെ നോക്കാൻ ചേച്ചി. അവരങ്ങനെ അങ്ങോട്ട് കയറി മിടുക്കന്മാരാവണ്ട.